ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് വ്ലോഗ്സ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കാലാവസ്ഥയൊക്കെ മാറി, നല്ല മഴയൊക്കെ അല്ലേ, പനിയായിരുന്നു. പനിയെല്ലാം മാറി. അത് കഴിഞ്ഞ് 2-3 ദിവസം മുന്നേ എൻ്റെ കൈ അങ്ങ് പൊള്ളിയേ. കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ചട്ടിയിലോട്ട് എൻ്റെ വലത്തെ കൈ അങ്ങ് തട്ടി, അതങ്ങ് പൊള്ളി. അപ്പോൾ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഗ്ലൗസ് ഇട്ടിട്ടാണ് 2 ദിവസമായിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല അതിലെങ്ങാനും തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമല്ലോ, അതിനാണ്. അപ്പോൾ ഇന്ന് മീൻ വറക്കാനായിട്ടുള്ള അരച്ച് പുരട്ടുകയാണേ. ചോറ് നേരത്തെ തന്നെ എല്ലാം തിളപ്പിച്ച് തെർമൽ കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി സമയമാകുമ്പം അത് വാർത്തെടുക്കത്തേ ഉള്ളൂ. അതിന് മുന്നേ മീൻ എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം കുഴച്ച് അത് ആ മീൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഏതായാലും നല്ല സൗകര്യമായി, കൈകളൊന്നും പറ്റിയില്ല. അപ്പം നീറത്തൊന്നുമില്ല, നല്ല സൗകര്യം. 2 ദിവസമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്ന. കയ്യിൽ ഒന്ന് കരിയണം വരെയൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതെല്ലാം കുറച്ച് നേരം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അവിടെ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് വറുത്തെടുത്തേ. അതാണ് മീനിൻ്റെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾക്ക് ചാറിന് കടച്ചക്കയാണ്. കടച്ചക്ക വറുത്തരച്ചത്. ഓരോ സ്ഥലത്തിന് ഓരോ പേരാണ് തോന്നുന്നു പറയുന്നത്. ഞങ്ങളിതിന് കടച്ചക്കയെന്നാണ് പറയുന്നത്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ ഇതൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി കഴുകി ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് ചട്ടിയിലിട്ട് വേവിക്കും. എന്നിട്ട് പിന്നെയാണ് അരപ്പ് ചേർക്കുന്നത്. ഇത് പല രീതിയിൽ വയ്ക്കാം കേട്ടോ ഈ സാധനം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ഇതിന് ഇങ്ങനെ ചെയ്യുമായിരുന്നു. വെറുതെ പാല് പിഴിഞ്ഞിട്ടൊരു മസാലക്കറി വയ്ക്കും. അത് നല്ല ടേസ്റ്റ് കേട്ടോ. അതും ഈ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്, ചോറിനും ഒക്കെ നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെയല്ല വെച്ചേക്കുന്നത്, വറുത്തരച്ചാണ് വെച്ചിരിക്കുന്നത്. തേങ്ങ വറുത്തരച്ച നല്ലൊരു കറി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഞാനിതിന് ഒരു വഴുതനങ്ങ തോരനും വെച്ചിട്ടുണ്ട്. അതിനായിട്ട് വഴുതനങ്ങയെല്ലാം കട്ട് ചെയ്ത് അതിനകത്ത് കേടുള്ള ഭാഗമൊക്കെ അങ്ങ് കളഞ്ഞ് നല്ല ഭാഗം നോക്കിയെടുത്ത് അത് കട്ട് ചെയ്ത് കുറച്ച് പച്ചമുളകും ഒന്നോ രണ്ടോ സവാളയൊക്കെ അതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റി, ഒട്ടും വെള്ളം ഒഴിക്കാതെ ആണ് എടുക്കുന്നത്. ആവി കയറി അതൊന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഞാനതിന് സ്പെഷ്യൽ കടുകൊന്നും വറുത്തില്ല. അതൊന്ന് ഒതുങ്ങി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത്. അല്ലാതെ പിന്നെ കടുകൊന്നും വറുക്കാൻ പോയില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കലായിരുന്നു ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മുടെ കടച്ചക്കയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് വറക്കുകയാണ്. നല്ലവണ്ണം വറുത്തപ്പം അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് അത് വറുത്തെടുക്കുന്നത്. അപ്പോൾ കടച്ചക്ക വെന്തോന്ന് അതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വറുത്ത് അതിൻ്റെ ആ കളറൊന്ന് മാറി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ആണ് ചേർത്തിരിക്കുന്നത്. വേറെ പിന്നെ അതൊന്നിട്ട് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം പിന്നെ ഇടാറില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് ആക്കും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ ഞാൻ അരി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു ചെറിയൊരു പിടി അരിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടിട്ട് ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് മിക്സിയിൽ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചേർക്കുമ്പം. ഞാനങ്ങനെ ചില കറികൾക്കൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അനുസരിച്ച് വേണ്ട വെള്ളം ചേർത്ത് ആ കറിയുടെ നീട്ടിയെടുക്കുക. എത്ര വേണോ അതനുസരിച്ച്. ഒത്തിരി ഇങ്ങ് നീണ്ടു പോകാതെ കുറച്ച് തിക്കായിട്ടിരിക്കുന്ന നല്ലത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ഞാൻ കടുക് വറുത്തിടുക ചെയ്തത്. കടുക് വറുക്കാൻ കടുകും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് അതും ഇതിലേക്ക് ചേർത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സാലഡും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഗ്ലൗസും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ പാത്രം കഴുകുന്നത്. കാരണം കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കത് പഴുക്കുമോ എന്നൊക്കെ ഒരു പേടിയായിട്ട് അതിൻ്റെ മേലെ ഒരു ഗ്ലൗസ് കൂടെ ഒക്കെ ഇട്ടിട്ടാണ് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തു. ചോറെല്ലാം വാർത്തു. പിന്നെ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ്,
വറുത്തരച്ച കടച്ചക്ക കറി, പിന്നെ മീൻ വറുത്തത്, വഴുതനങ്ങ തോരൻ, പിന്നെ കുറച്ച് തൈര് ഇട്ടിട്ടൊരു ചെറിയൊരു സാലഡ്, സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടുണ്ടാക്കി. ഇതായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും